അല്ല, ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണല്ലോ. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച്, പാർട്ടിയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ച്, ഓരോ ചുമതലകളിലും പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കളെ സംബന്ധിച്ച് നരേന്ദ്രമോദിജി ഒരു മാസത്തിനകത്ത് 2 തവണ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടും വളരെ വികാരപരമായിട്ടുള്ള, അതായത് സ്നേഹമോ ആദരവോ എന്താണെന്ന് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്. ഇത് തീർച്ചയായിട്ടും പ്രസ്ഥാനത്തിന് ശക്തി പകരും, പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാകും. എല്ലാവരുടെയും മനസ്സിനകത്ത് ആ ഒരു ചർച്ചയും ചിന്തയും ഒരുക്കിയെടുത്തുകൊണ്ടാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഒരുപക്ഷെ ഇത് ഈ 2 വരവും കേരളത്തിൻ്റെ ഭരണകൂടത്തെ സംബന്ധിച്ച് ഭരണകൂടം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ളതാണ്. കാരണം ഇവിടെ അദ്ദേഹം വരുന്നത് ഗവൺമെൻറ് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ ഗവൺമെൻറ് പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി കൃത്യതയോടുകൂടി കണക്കുകൾ കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് സാർവത്രികമായ മേഖലയ്ക്കും വേണ്ടിയിട്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളം അദ്ദേഹം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മുടെ കേരളത്തിന് വലിയ മാറ്റവും വലിയ വികസനവും ഉണ്ടാകും എന്നുള്ളതാണ്.